രാജ്യം USA, സ്ഥലം ഓർലാൻഡോ, കൊല്ലം 1993. ഈ യുവാക്കളെല്ലാം ഒത്തുചേർന്ന ഓർലാൻഡോയിൽ ഒരു പ്രശസ്തമായ മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ പേരാണ് ബ്ലാക്ക് സ്ട്രീറ്റ് മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൻ്റെ പേരിൽ നിന്നാണ് ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സ് എന്ന പേര് വന്നത്. പിന്നെ ബെസ്റ്റ് സെല്ലിംഗ് ബോയ് ബാൻഡ് ഓഫ് ഓൾ ടൈം എന്ന റെക്കോർഡ് ഇന്നും ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സ് അഥവാ BSBയുടെ പേര് തന്നെയാണ്. ഈ ഇൻ്റർനെറ്റിനൊക്കെ മുമ്പ് നമ്മൾ കേബിൾ TV ആശ്രയിച്ചിരുന്ന കാലത്ത് MTVയിലൊക്കെ ഈ ഒരു ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ പാട്ട് വരാൻ കാത്തിരുന്ന ഒരു കാലം. പിന്നെ ഞാൻ ഈ മിഡ്ലൈനും ജൂട്ട് ബോക്സിലൊക്കെ ഈ ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ പാട്ട് എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പോലും ഓർമ്മയില്ല. പിന്നെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എവ്രിബഡി എന്നുള്ള പാട്ടിലെ ആ ഒരു ഹൊറർ ഫീല്, അല്ലെങ്കിൽ ഐ വാണ്ട് ഇറ്റ് ദാറ്റ് വേ എന്നുള്ള പാട്ടിലെ ആ ഒരു വൈറ്റ് ഡ്രസ്സ്, അല്ലെങ്കിൽ ആ ഒരു എയർപോർട്ട് സീനൊക്കെ, പിന്നെ ഷോ മീ ദ മീനിങ്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് മൈ ഹാർട്ട്, ഇതൊക്കെ തരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. തുടക്കത്തിൽ അമേരിക്കയിൽ അവർ വലിയ ശ്രദ്ധ കിട്ടിയില്ല. എന്നാൽ യൂറോപ്പിലും കാനഡയിലും ഇവർ പെട്ടെന്ന് തരംഗമായി മാറി. 1996 പുറത്തിറങ്ങിയ അവരുടെ ആദ്യ ആൽബം യൂറോപ്പിനെ ഇളക്കി മറിച്ചു. ശേഷമാണ് ഇവർ അമേരിക്കയിൽ വൻ ഹിറ്റായി മാറുന്നത്. 5 പേരാണ് ഈ സംഘത്തിലുള്ളത്: AJ മക്ലീൻ, ഹൗവി ഡോറഫ്, നിക്കൽ കാർട്ടൽ, കെവിൻ റിച്ചാർഡ്സൺ ആൻഡ് ബ്രെയിൻ റിറ്റാറൽ. 7 തവണയാണ് അമേരിക്കൻ മ്യൂസിക് അവാർഡും ബിൽബോർഡ് മ്യൂസിക് അവാർഡും ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 1999 മാത്രം ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ, ആൽബം ഓഫ് ദി ഇയർ തുടങ്ങിയ പ്രധാന അവാർഡുകളെല്ലാം ഇവർക്കായിരുന്നു. ഈ കാസറ്റിലെ പാട്ടുകൾ കേട്ട് വളർന്ന നമുക്ക് വേണ്ടി 2023 അവർ ഇന്ത്യയിലും എത്തി. അവരുടെ DNA വേൾഡ് ടൂറിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിരുന്നു അത്. ഏകദേശം 13 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു തിരിച്ചുവരവ്. ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സിനെ കുറിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു കാര്യം: അവർ ഇതുവരെ ഒഫീഷ്യലി പിരിഞ്ഞിട്ടില്ല. പലരും വന്നു, പലരും പോയി. പക്ഷേ 30 വർഷങ്ങൾക്കപ്പുറവും ഈ 5 പേര് ഇന്നും ഒരുമിച്ചുണ്ട്. ഇതാണ് ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സ് മാജിക്. ഈ ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ ഒരു ഹിറ്റ് ആൽബമാണ് മില്ലേനിയം. ഈ ഒരു ആൽബം ഇറങ്ങിയിട്ട് 25 വർഷം തികഞ്ഞതിൻ്റെ ഒരു പരിപാടി ഇവർ ലോസ് ഏഞ്ചലസിൽ സ്പിയർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ നടത്തിയായിരുന്നു. അതായത് കാണികളുടെ ചുറ്റും സൗണ്ടും ലൈറ്റൊക്കെ ആയിട്ട് ഒരു മാന്ത്രിക ലോകം തന്നെയായിരുന്നു ഈ ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു ചെറിയ ക്ലിപ്പും കൂടി കണ്ടിട്ട് നമ്മുടെ ഈ ഒരു റീൽസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. ബൈ.